നല്ല ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സ്റ്റോറിയൊക്കെ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല പടം. എല്ലാവരുടെയും നല്ല അഭിനയം, മികച്ച അഭിനയം തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും തിയേറ്റർ വാച്ച് തന്നെയാണ്. അങ്ങനെ സർവേയും പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വന്ന് കാണും. നല്ല മൂവിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി കാണാം. അതെ. നല്ല മൂവിയായിരുന്നു. ത്രില്ലർ മൂവിയാണ്. എല്ലാവരും കണ്ടുനോക്കും. ഫാമിലി മൂവിയാണ്. ഫുൾ എന്റർടൈൻമെന്റ് ആണോ പടം? ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു മൂവിയാണ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. കണ്ടു നോക്കുമല്ലേ? തീർച്ചയായിട്ടും പ്രേക്ഷകരെ പിടിച്ചിരുത്തോ? ഓൾമോസ്റ്റ് യെസ്. സെക്കൻഡ് ഹാഫ് യെസ്. വെയിറ്റിംഗ്. അടിപൊളി അടിപൊളി അടിപൊളി. സെക്കൻഡ് പാർട്ടിൽ തീർച്ചയായിട്ടും ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അടിപൊളി. നല്ല ദുബായി പോയി വന്ന ഫീലാണ്. മരുഭൂമി ദുബായിൻ്റെ ഒരുപാട് ഭാഗങ്ങളെല്ലാം നല്ല രസകരമായി മ്യൂസിക്കും അനീഷ് അനുവറാണ് ഇതിൻ്റെ ഡയറക്ടർ. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല സിനിമ എല്ലാവരും പോയി കാണുക. നല്ല സിനിമയാണ്. നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാവരും കണ്ടിരിക്കുന്ന പടമാണ്. നല്ല ഫീലിങ്ങുള്ള, ഭയങ്കര സ്നേഹം, ഇഷ്ടമൊക്കെ തോന്നുന്നു. എല്ലാവരും കാണുന്ന പടം. പോവാം. കാരണം ഹൃദയമിടിപ്പ് കൊണ്ട് നമ്മൾക്കത് ലാസ്റ്റ് അവസാനം ഞാൻ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ എന്തെങ്കിലും ഇവർ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അവസാനം അതിലൊരു മരണം. ഫസ്റ്റ്ലി ഞാൻ ഇങ്ങനൊരു ട്രീറ്റ് ആണ് നമുക്ക് രാവിലെ തന്നെ നമ്മൾക്ക് ഓരോ താക്കീതുകൾ തരുന്നതായിട്ട് ചില ഡയലോഗ്സുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് ചുറ്റും കളിക്കുന്ന കോമഡി ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കളിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരങ്ങളും, അതുപോലെ തന്നെ ഇതുപോലെയുള്ളൊരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ നമ്മളൊക്കെ എങ്ങനെ അതിനെ തരണം ചെയ്യും, നമ്മൾക്ക് ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റുമോ എന്നൊക്കെ രീതിയിൽ ഒരുപാട് ചിന്തകളും ഫസ്റ്റ്